ஐயா வணக்கம். நான் ரெடிடா வரவா, அண்ணன் நான் இறங்கி வரவா, தெல் கொடுக்கும் சிங்கத்தை சீண்டாதப்பா, எவன் തടുത്തു എൻ റൂട്ട് മാറാതപ്പാ എന്ന് പറഞ്ഞ അണ്ണൻ ഇപ്പോൾ റൂട്ട് മാറ്റി വേറെ റൂട്ടിലാട്ടണ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പോക്കിരി സുനി വിഭാഗം. പോക്കിരി സുനി പ്രധാനമായിട്ടും തളപതി വിജയ് അണ്ണനെ കേരളത്തിലെ ഒരു വലിയ BJP വിരുദ്ധനായിട്ടാണ് ചിത്രീകരിച്ച് വെച്ചിരുന്നത്. അതായത് നരേന്ദ്രമോദി അണ്ണ ഇപ്പോൾ താഴെ ഇറക്കി കളയും എന്നാണ് ബിഗിലടക്കമുള്ള സിനിമ വന്നപ്പോൾ നമ്മുടെ പോക്കിരി സുനി അണ്ണൻ വിചാരിച്ചിരുന്നത്. പോരാത്തതിന് നമ്മുടെ പോക്കിരി സുനിക്ക് പുറമെ നമ്മുടെ കുരുവി സുമേഷും അങ്ങനെയാണ് വിചാരിച്ചു കൊണ്ടിരുന്നത്. കാരണം അണ്ണന് ബിഗിലെന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ വലിയ രീതിയിൽ അണ്ണന് പ്രശംസ വന്നല്ലോ. 300 കോടിയൊക്കെ പടമടിച്ചു എന്നാണ് പറയുന്നത്. ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ണൻ്റെ അടുത്ത് വന്നത്. അതിന് മുമ്പ് മിർസൽ എന്ന് പറഞ്ഞ പടം വന്നു. ആ പടത്തിൽ BJPയെ നിശിതമായി വിമർശിച്ചു നമ്മുടെ അണ്ണൻ എന്ന് പറഞ്ഞ അണ്ണന് വലിയ സ്വീകാര്യത. ആ പടം മുതൽ, അതായത് മിർസൽ എന്ന് പറയുന്ന പടം മുതലാണ് അണ്ണൻ അതിഭീകരമായിട്ട്, അല്ലെങ്കിൽ രജനീകാന്ത് എന്ന് പറയുന്ന, സാക്ഷാൽ രജനീകാന്ത് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാറിനോടൊപ്പം കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളർന്നു എന്ന് ഇവർ അവകാശപ്പെടുന്നത്. അതിന് മുമ്പ് വന്ന പടങ്ങളൊക്കെ അണ്ണൻ ചെറിയ ചെറിയ ഹിറ്റുകളായിരുന്നു. അതിന് മിർസലിന് മുമ്പ് വന്ന തെറി അടക്കമുള്ള സിനിമകളെല്ലാം, തെറി, പുലി അങ്ങനെയുള്ള പടങ്ങളെല്ലാം എന്തായിരുന്നു, ഒരു 100-150 കോടി കളക്ട് ചെയ്തിരുന്നെങ്കിലും ഈ മിർസൽ എന്ന് പറയുന്ന സിനിമ 200 കോടിക്ക് മേലെ കളക്ട് ചെയ്യാനുള്ള കാരണം BJP ഇതിനെ എതിർത്തതാണ്. കാരണം അതിനകത്ത് അമ്മാതിരി മണ്ടത്തരങ്ങളൊക്കെയാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. മദ്യത്തിന് എന്തുകൊണ്ടാണ് GST ഇല്ലാത്തതെന്നാണ്. മദ്യത്തിന് GSTയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് വില ഇനിയും കുറയും എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യം എന്ന് പറയുന്നത്. അത് അന്നും പറയുന്നു ഇന്നും പറയുന്നു. പോക്കിരി സുനിക്ക് ഇത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അണ്ണനെ രക്ഷിക്കാനായിട്ട്, ഈ കരൂർ ദുരന്തം ഉണ്ടായപ്പോൾ രക്ഷിക്കാനായിട്ട് അണ്ണാമല വന്നപ്പോൾ, BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള അണ്ണാമല വന്നപ്പോൾ പഠിച്ചവൻ തായ, അതായത് പഠിച്ചവൻ തന്നെയാണ്, നമുക്കേ വിവരമില്ല എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ അണ്ണൻ, നമ്മുടെ വിജയ് അണ്ണൻ NDA പാളയത്തിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ, എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ആ സമയം മൂലം പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്നല്ലോ. ഈ നരേന്ദ്രമോദിയെ എതിർക്കുന്നവന്മാരൊന്നും പിന്നീട് ഗതി പിടിക്കുന്ന ചരിത്രം നമ്മൾ കണ്ടിട്ടില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് നരേന്ദ്രമോദിയുടെ കാൽക്കീഴിൽ തന്നെ യവന്മാരെല്ലാം വന്ന് അഭയം പ്രാപിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് മുഖ്യമന്ത്രി ആയിരുന്നാലും ശരി തന്നെ, വിജയ് ആയിരുന്നാലും ശരി തന്നെ, ആരായിരുന്നാലും ശരി തന്നെ. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ അവസ്ഥയും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. കാരണം നരേന്ദ്രമോദിയെ നിങ്ങളപ്പുറത്ത്, നിങ്ങളൊരു എനിമിയായിട്ട് നിങ്ങൾ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ, ഒരു ശത്രുവായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ, നിലനിർത്തുകയാണെങ്കിൽ, നിങ്ങളിനി 20 വയസ്സായിട്ടുള്ള ചെറുപ്പക്കാരനായിക്കൊള്ളട്ടെ, 70 വയസ്സായിട്ടുള്ള പടുവൃദ്ധനായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് അതിലും മികച്ചൊരു എതിരാളിയെ നിങ്ങളുടെ മരണം വരെ പിന്നെ കിട്ടില്ല. ഇനി ഹിറ്റ്ലർ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ എതിരാളിയായിട്ട് നിന്നാലും മോദിയെപ്പോലെ മികച്ചൊരു എതിരാളിയാവാൻ ഹിറ്റ്ലറിന് പോലും സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ വിജയ് അണ്ണൻ ഒരു സമയത്ത് നരേന്ദ്രമോദി അങ്ങേയറ്റം എതിർത്തുകൊണ്ട് നിന്നൊരു വ്യക്തിയാണ്. ജല്ലിക്കെട്ട് പോലുള്ള വിഷയങ്ങൾ, പിന്നെ പോരാത്ത മിർസൽ സിനിമ പോലുള്ള സംഭവങ്ങൾ, പൗരത്വ നിയമ ഭേദഗതി, ഇതിലെല്ലാം വളരെയധികം വിമർശിച്ച് ഈ ദ്രാവിഡ മണ്ണും കേരള മണ്ണും എന്ന് പറയുന്നത് സംഘപരിവാർ വിരുദ്ധ മണ്ണാണ് എന്നൊരു നെറേറ്റീവ് അതിഭീകരമായിട്ട് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ ആ കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ അണ്ണൻ പാർട്ടി തുടങ്ങിയപ്പോൾ അണ്ണന് മനസ്സിലായി ഇതൊക്കെ സിനിമയിലേ നടക്കൂ, ഇതൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെയൊക്കെ നടത്താൻ പോയി കഴിഞ്ഞാൽ അടിയും കൊണ്ട് പുളിയും കുടിക്കും എന്ന് അണ്ണന് കൃത്യമായിട്ട് മനസ്സിലായി. അത് DMK അണ്ണന് തെളിയിച്ചു കൊടുത്തു. ആ സമയത്ത് അണ്ണൻ പാർട്ടി ഇറങ്ങുമ്പോഴേ എല്ലാവരും പറഞ്ഞതാണ് 250 കോടിയാണ് ഒരു പടത്തിന് വാങ്ങിക്കണമെന്നാണ് തള്ളി മറിച്ചിരിക്കുന്നത്. 10 പടത്തിൽ അഭിനയിച്ചാൽ 2500 കോടി കിട്ടും. ഇതും വെച്ചുകൊണ്ടാണ് പാർട്ടി സ്വനത്താനായിട്ട് വരുന്നത്. അപ്പുറത്ത് അവന്മാർ DMK അവന്മാർ കോടി, മറ്റത് മറിച്ചത്, അഴിമതി എല്ലാം കൂടെ ചേർത്ത് 2G 3G എന്നൊക്കെ പറഞ്ഞ് ലക്ഷം കോടി രൂപയാണ് അവന്മാർ കയ്യിലോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അണ്ണൻ്റെ 2500 കോടി, 250 കോടി എന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്നത് എന്ന് പല വിദഗ്ധന്മാരും അണ്ണനോട് ഉപദേശിച്ചു. പക്ഷേ അണ്ണന് ജനങ്ങളെ സേവിക്കാനുള്ള അതിയായിട്ടുള്ള ത്വരയാണ് സുഹൃത്തുക്കളെ, അതിയായിട്ടുള്ള ത്വര. അങ്ങനെ ആ ത്വരയിൽ അണ്ണൻ ഇറങ്ങിയിട്ട് TVK DMK മട്ടുന്താ പോട്ടി എന്നൊക്കെ പറഞ്ഞ് അവസാനം ചട്ടിയിലാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ TVKയും ഇല്ല, DMKയും ഇല്ല. ഇപ്പോൾ BJP മാത്രമേ അണ്ണൻ്റെ മുമ്പിലുള്ളൂ എന്നുള്ളതാണ്. BJPയിലോട്ട് അണ്ണൻ നൈസായിട്ട് പോകാൻ പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. DMK എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. വിജയ് നിൽക്കുന്ന ഒരു ചിത്രം, ഒരു ഗണവേഷത്തിൽ നിൽക്കുന്ന ചിത്രമാണ് പോസ്റ്റ് ഇട്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് AADMKയുടെ റാലികളിൽ ഇപ്പോൾ TVKയുടെ കൊടിയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. AADMK അറിയാമല്ലോ, നമ്മുടെ ജയലളിതയുടെ പാർട്ടിയാണ്. ജയലളിതയും വിജയായിട്ട് അന്ന് മുട്ട അടിയായിരുന്നു. ജയലളിത വിജയുടെ അണ്ണാക്കി അടിച്ചു കൊടുത്ത ആ സമയത്ത് വിജയ് ജയലളിതയുടെ മുമ്പിൽ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് കരയുന്ന സീനൊക്കെ അതിഭീകരമായിട്ടുള്ള സീനുകളാണ്. ട്വിറ്ററിലൊക്കെ ഈ വീഡിയോ ഉണ്ടായിരുന്നു. വിജയ് അണ്ണൻ്റെ ട്വിറ്റർ പോസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു, ട്വിറ്റർ ഹാൻഡിലിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അണ്ണനൊരു പൊളിറ്റീഷ്യനായിട്ട് പരിണമിച്ചപ്പോൾ അണ്ണൻ ആ പോസ്റ്റ് മുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്.
മനസ്സിലാവുന്നതും. ഇപ്പോൾ അണ്ണൻ്റെ ട്വിറ്റർ ഹാൻഡിൽ ആ പോസ്റ്റ് തപ്പിയാൽ കിട്ടില്ല, മറിച്ച് യൂട്യൂബിൽ പോയി തപ്പിയാൽ കിട്ടും. അപ്പോൾ അതാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. അങ്ങനെ പൊളിറ്റിക്സ് എന്താണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലായ അണ്ണനെ ചാക്കിട്ട് പിടിക്കാനായി അമിത്ഷാജി ഇതാ ഇറക്കുന്ന പുതിയ പ്രതിഭ നമ്മുടെ പവൻ കല്യാൺ. ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ ഡെപ്യൂട്ടി CM ആയിട്ടിരിക്കുന്ന പവൻ കല്യാണിനെയാണ് അമിത്ഷാ ഇറക്കിയിരിക്കുന്നത്. നേരത്തെ ഈ കരൂറിൽ ദുരന്തമുണ്ടായപ്പോൾ തന്നെ നെഞ്ചും വിരിച്ചു നിന്ന് വിജയ്ക്ക് വേണ്ടി വാദിക്കാനായിട്ട് രംഗത്തെത്തിയ ആളുടെ പേര് BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള അണ്ണാമലൈ വിജയ്ക്ക് വേണ്ടി വാദിച്ചു. ആ വാദം ഏറെക്കുറെ സക്സസ് ആയിരുന്നു, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ വാദം ഏറെക്കുറെ സക്സസ് ആയിരുന്നു. സ്റ്റാലിൻ്റെ വാ അടപ്പിക്കാൻ അണ്ണാമലയ്ക്ക് സാധിച്ചു. അപ്പോൾ അണ്ണാമലയ്ക്ക് TVK അകത്തുള്ള പിള്ളേർക്കിടയിൽ ഒരു വലിയ ഫാൻ ബേസ് അങ്ങനെ രൂപപ്പെട്ടു. അണ്ണാമലയെ അങ്ങനെ വിജയ്ക്ക് അനുകൂലമായി വാദിച്ചതിന് ശേഷം അണ്ണാമല നൈസായിട്ട് മാറി. അമിത്ഷാ വിളിച്ചപ്പോൾ വിജയ് ഫോൺ എടുത്തില്ല എന്നാണ് ഇവിടെയുള്ള പല മാധ്യമങ്ങളും പറഞ്ഞു പരത്തിയത്. അങ്ങനെ മാധ്യമങ്ങൾ പറയൂ, കാരണം ഇവന്മാർക്ക് എക്കും പൊക്കും അറിഞ്ഞൂടാ എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതിനുശേഷം ഹേമ മാലിനിയെ വിട്ടു വിജയ് ഒന്ന് അനുനയിപ്പിക്കാൻ. അതിനുശേഷം അമിത്ഷാ ഇപ്പോൾ പവൻ കല്യാണിനോട് പറഞ്ഞിരിക്കട്ടെ, ഇനി പോയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. തമ്പിയുടെ അടുത്ത് പറ, ഇതാണ് പൊളിറ്റിക്സ്. തമ്പി ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ തേഞ്ഞു വാരും. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് തേയാൻ നിൽക്കാതെ തമ്പി ഒരു കാര്യം ചെയ്യും, നമ്മുടെ കൂടെ വന്നാൽ തമ്പിയെ നമ്മൾ തേയാതെ നിർത്താം എന്ന് പോയി പറ. അങ്ങനെ പവൻ കല്യാണി തെലുങ്ക് ദേശം എന്ന് പറഞ്ഞ പാർട്ടിയൊക്കെ NDAയിൽ കൊണ്ടുവന്ന് ബന്ധിപ്പിക്കുന്നതിൽ വിജയകരമായി അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. പോലെ തന്നെ പവൻ കല്യാൺ നരേന്ദ്രമോദിയുടെ ഒരു പെറ്റ് കൂടെയാണ്. മോദിയെക്കാട്ടിലും വലിയ ഹിന്ദുത്വവാദിയായിട്ടാണ് പവൻ കല്യാൺ ഇപ്പോൾ അവിടെ വളർന്നു വരുന്നത്. ഭാവിയിൽ നമ്മുടെ ചന്ദ്രബാബു നായിഡുവിനെ അടക്കം വിഴുങ്ങി അവിടെ വലിയൊരു CM വരെ ആകാനുള്ളൊരു കഴിവുള്ളൊരു വ്യക്തിയാണ് ഈ പവൻ കല്യാൺ എന്ന് പറയുന്നത്. BJPക്ക് ആന്ധ്രാപ്രദേശിൽ വളരണമൊന്നുമില്ല, ഇല്ലെങ്കിൽ വളരാനും സാധിക്കില്ല. കാരണം പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ, BJPയെക്കാട്ടിലും വലിയ തീവ്ര ഹിന്ദുത്വമാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാഴ്ചവെക്കുന്ന സാഹചര്യത്തിൽ BJP എന്ന് പറയുന്ന ഹിന്ദുത്വ പാർട്ടിക്ക് പോലും അവിടെ പ്രസക്തി ഇല്ലാതായി എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ CPM ഒരു ഹിന്ദുത്വ പാർട്ടിയായിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. പോരാത്തതിന് നവരാത്രിക്ക് അവരെന്ത് ചെയ്യുന്നു, ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാനായിട്ട് അവധി ദിനം കൂട്ടിക്കൊടുക്കുന്നു. അപ്പുറത്ത് നിന്നുകൊണ്ട് വെള്ളാപ്പള്ളിയെ കൊണ്ട് മുസ്ലിംസിനെ തെറി പറയിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുമ്പോൾ നാളെ ഇവർ രാമനെ അംഗീകരിച്ച് ബീഫും കൂടെ ഇവിടെ നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ BJPക്ക് ഇവിടെ എന്താണ് പ്രസക്തി? BJP ചോദിക്കും, അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ, പിന്നെ എന്തിനാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തും. ഇപ്പോൾ ഉള്ള BJPയിലെ അണികളൂടെ CPMന് വോട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ആന്ധ്രാപ്രദേശിലുള്ളത്. കാരണം BJPക്ക് അവിടെ വലിയ സ്കോപ്പില്ല. ഈ ജനസേന പാർട്ടി അവിടെ ഉണ്ടല്ലോ, അവരാണെങ്കിൽ BJPയുടെ കട്ട സപ്പോർട്ട് NDAയിലാണ് ജനസേന പാർട്ടി ഉള്ളത്. നരേന്ദ്രമോദി എപ്പോൾ കണ്ടാലും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കലാണ് ഈ പവൻ കല്യാണിൻ്റെ ജോലി. ആ പവൻ കല്യാണിനാണ് അമിത്ഷാ പറഞ്ഞത്, ജി ഒന്ന് ചെന്നിട്ട് തമ്പിയെ പറഞ്ഞ് മനസ്സിലാക്കുക, തമ്പി ഇതാണ് ജീവിതം, തമ്പി തളരരുത്, തമ്പി ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ പവൻ കല്യാൺ ചെന്നിട്ട് ആദ്യം പറഞ്ഞത്, എൻ്റെ ഒരു ചേട്ടനുണ്ട് ചിരഞ്ജീവി എന്നാണ് പേര്, ഒരു പാർട്ടി തുടങ്ങി അറിയാമല്ലോ, തേഞ്ഞുപോയി. ചിരഞ്ജീവി ഇരുന്ന് വിചാരിച്ചാണ്, നമുക്കിട്ട് തന്നെ വെച്ചല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ മക്കൾ തേയാതിരിക്കാനായിട്ട് തുടക്കത്തിൽ ഇങ്ങോട്ട് വാ. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വാ, അതായത് AIADMKയിലോട്ട് വാ. അവിടെ BJP ഉണ്ട്, ഞങ്ങളുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്, കേന്ദ്രത്തിൽ ഭരണമുണ്ട്, പൈസയുണ്ട്, എല്ലാം ഉണ്ട്. ഫണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് ഒന്ന് കൂടെ നിന്നാൽ മാത്രം മതി. നിങ്ങൾ ചെറുപ്പമായിട്ടുള്ള നിങ്ങളെപ്പോലുള്ള വ്യക്തികൾക്ക് ഇനി പൊളിറ്റിക്സിൽ അതിഭീകരമായിട്ടുള്ളൊരു ഫ്യൂച്ചറാണ്. അങ്ങനെ പറഞ്ഞത് ഭാഗ്യമായിപ്പോയി. പൊളിറ്റിക്സിൽ ഫ്യൂച്ചർ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി അണ്ണ സിനിമയിലോട്ട് തിരിച്ചു വരില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പവൻ കല്യാൺ പറഞ്ഞത്, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനമൊന്നും ചിന്തിക്കേണ്ട, ഒരു ഡെപ്യൂട്ടി CM ആവാം. നമുക്കൊരു ഡെപ്യൂട്ടി CM നമുക്ക് ഇവിടെ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് ഭരണം പിടിക്കാൻ സാധിക്കും. ഭരണം പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും നമുക്കൊരു പ്രതിപക്ഷമെങ്കിലും ആവാം, നല്ല ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം. പിന്നെ അടുത്ത തവണ ഭരണം നമ്മുടെ കയ്യിൽ പോരും. ഇല്ലെങ്കിൽ നമുക്കിത് ഞാൻ മറിച്ചിടാമെന്ന് അമിത്ഷാജിയല്ലേ മുകളിലിരിക്കുന്നത്. നമുക്കിത് നൈസായിട്ട് മറിച്ചിട്ടിട്ട് അപ്പുറത്തുള്ള കുറേ എണ്ണത്തിനെ ചാക്കിട്ട് ഇപ്പുറത്തോട്ട് പിടിച്ചിട്ട് നമുക്ക് ഭരണം പിടിക്കുക. എന്നിട്ട് അണ്ണനെ നമ്മൾ ഡെപ്യൂട്ടി CM ആക്കുക. ഡെപ്യൂട്ടി CM ആയിക്കഴിഞ്ഞാൽ പിന്നെ അണ്ണനെ പിടിച്ചാൽ കിട്ടൂല എന്നണ്ണൻ മനസ്സിലാക്കിക്കൊള്ളണം എന്നാണ് പറഞ്ഞത്. പിന്നെ പോരാത്തതിന് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യമെന്ന് പറയുന്നത്, ഈ കരൂർ അണ്ണൻ പോയില്ലല്ലോ. ഈ കരൂർ നമ്മുടെ പബ്ലിസിറ്റി സ്റ്റണ്ടൊക്കെ നടത്തി സംഭവം ശരി തന്നെ. ഈ സിനിമയിലെ പോലെ, മറ്റേ മെർസൽ സിനിമയിലെ പോലെ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തീ പിടിക്കുമ്പോൾ ഈ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ അള്ളി കയറി നിന്നുകൊണ്ട് വാട്ടർ ടാങ്ക് ഇങ്ങനെ വടം കെട്ടി വലിച്ചിങ്ങനെ താഴെ ഇങ്ങനെ ഭൂമെന്ന് പറഞ്ഞ് ഇട്ടിട്ട് തീ അണയ്ക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അണ്ണ ഒരു കാര്യം ചെയ്യും, കരൂർ അണ്ണന് പോകാൻ പറ്റില്ല. അതപ്പുറത്ത് അവർ വളരെ വലിയ രീതിയിൽ മുതലാക്കുന്നുണ്ട്. ആ മുതലാക്കലൊന്ന് നിർത്താനായിട്ട് ആ 20 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ അവർക്ക്, ആ 20 ലക്ഷം രൂപ അണ്ണനെ ഇട്ടുകൊടു എന്ന് പറഞ്ഞ ആ അടുത്ത സെക്കൻഡിൽ ആ 20 ലക്ഷം രൂപ അവിടെയുള്ള കരൂർ ദുരന്തത്തിൽ മരിച്ച ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്ക് ഈ സാധനം ക്രെഡിറ്റ് ആയതിനു ശേഷം വലിയ രീതിയിലുള്ള എതിർപ്പ് വിജയ്ക്കുണ്ടായിരുന്നത്
ചെറിയ രീതി, അതായത് അതിൻ്റെ ഒരു തോതൊന്ന് കുറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി വിജയ് എൻ ഡി എയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോലും വലിയ അനക്കമൊന്നും കാണാനില്ല വിജയ് ഫാൻസിൻ്റെ ഇടയിൽ. കാരണം അണ്ണനാണല്ലോ നമുക്ക് വലുത്. അണ്ണ എവിടെ പോകണം, നമ്മൾ സപ്പോർട്ട് തരാമെന്നാണ് ഈ അണ്ണൻ്റെ മണ്ടയില്ലാത്ത ഫാൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഒന്നുമില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ അണ്ണൻ ഏത് പൊളിറ്റിക്സിലാണോ ആ പൊളിറ്റിക്സിലാണ് നമ്മൾ. അണ്ണ ഇനി നാളെ വേറെ ഏതെങ്കിലും പൊളിറ്റിക്സിൽ പോയാൽ നമ്മൾ ആ പൊളിറ്റിക്സിലേക്ക് വരും എന്നാണ് ഈ ഫാൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഫാൻസൊക്കെ ഇനി വളർന്ന് വലുതാവും. ഇപ്പോൾ കൊച്ചു പിള്ളേരാണല്ലോ, ഇപ്പോൾ 10, 12, 15, 18 വയസ്സുള്ള പിള്ളേരാണ്. ഇവരൊക്കെ വളർന്ന് വലുതായി ഒരു 25, 26 വയസ്സൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, കുടുംബ ഭാരമൊക്കെ തലയിലോട്ട് വരും. പിന്നെ ഒരു 2-3 EMI ഒക്കെ ആയിക്കൂടെ കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഇവർ രാഷ്ട്രീയമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങും. ആരാടാ നമ്മളെ ഭരിച്ച് മുടിക്കണത് എന്നൊക്കെ അവരൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങും. ആ സമയത്ത് അണ്ണൻ പേടിച്ചാൽ. അതുകൊണ്ട് അണ്ണന് ഇനി ഒരു 5-6 കൊല്ലം നല്ല സ്കോപ്പുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ പവൻ കല്യാൺ അണ്ണനെ വിടാതെ പിടിച്ചിട്ടുണ്ട്. പവൻ കല്യാൺ പറയുന്നത് അണ്ണനെ ഡെപ്യൂട്ടി CM ആക്കാമെന്നാണ്. അമിത്ഷാജിയാണ് പവൻ കല്യാണെ വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ് അണ്ണൻ ഈ വിളി വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അണ്ണൻ ഈ കാര്യത്തോട് വരാമെന്നും പറഞ്ഞിട്ടില്ല, വരില്ല എന്നും പറഞ്ഞിട്ടില്ല. അതാണ് DMK ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. വരില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അണ്ണൻ പോകും, മാനസികമായി അണ്ണൻ അങ്ങോട്ടേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വിജയ് NDA പാളയത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു 50-50 ഇപ്പോൾ നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ശരി.